നമസ്കാരം ഡാക്ടർ സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്, ഇനി മുതൽ പ്രീമിയർ പ്രോൻ്റെ അകത്ത് മാസ്കിംഗ് ടൂൾ, അതായത് പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാസ്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് റോട്ടോസ്കോപ്പിംഗ് ചെയ്യുന്ന പോലുള്ള മാസ്കിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ചോദിക്കാനുള്ള കാരണം ഇതാണ്, നമ്മളൊരു വീഡിയോ ആഡ് ചെയ്തു, എഡിറ്റിൻ്റെ അകത്ത് എഫക്ട് കൺട്രോളിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എവിടെ തൊട്ടാലും മാസ്കിംഗ് ആണ് അല്ലേ. ഈ ഒപ്പാസിറ്റിൻ്റെ അടിയിൽ മാസ്കിംഗ് ഉണ്ടാവും, എവിടേക്കോ മാസ്കിംഗ് ഉണ്ടാവും. ഇപ്പോൾ എവിടെ നോക്കി കഴിഞ്ഞാലും മാസ്കിംഗ് എന്ന് പറഞ്ഞൊരു ടൂൾ കാണുന്നില്ല. പകരം നമുക്ക് താഴെ ഇവിടെ ആയിട്ട് ഒരു ഐക്കൺ വന്നിട്ടുണ്ട് അല്ലേ. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വീഡിയോയുടെ മേലെ വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇതേപോലെ മാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാസ്ക് ആയി അല്ലേ. അപ്പോൾ ഇങ്ങനെ മാസ്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു മാസ്കിംഗ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് സംശയം അല്ലേ. എന്നാൽ അങ്ങനെ എല്ലാവരും തപ്പിത്തറിഞ്ഞ് കഷ്ടപ്പെടേണ്ട, മാസ്കിംഗ് ടൂൾ ഇവിടെ തന്നെ ഉണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എലിപ്സ് മാസ്കിംഗ് ഉണ്ട്, അതേപോലെ റെക്റ്റാങ്കിൾ മാസ്കിങ്ങും പെൻ ടൂളും ഉണ്ട്. പെൻ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പെൻ ടൂൾ അല്ലാട്ടോ ശ്രദ്ധിക്കണം കേട്ടോ. ഈ പെൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് വെറുതെ രൂപങ്ങളൊക്കെ വരയ്ക്കാനൊക്കെയുള്ളതാണ്. നമ്മുടെ മാസ്കിങ്ങിനുള്ള പെൻ ടൂൾ ഇവനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാസ്ക് ചെയ്ത് നോക്കാം അല്ലേ, എന്തൊക്കെയാണ് പുതിയ ഓപ്ഷൻസ് വന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും ചെയ്യില്ല, ജസ്റ്റ് ഒരു മാസ്കിങ് ഞാൻ എന്താ ഏകദേശം ഇതിൽ ഇങ്ങനെ പിടിക്കുകയാണ്. മാസ്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഏരിയ കൂടെ പിടിക്കുക കേട്ടോ. ബാക്കി നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, എങ്ങനെ മാസ്ക് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ബോധം ഉണ്ടാവണം. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ബോധം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഐഡിയ ഉണ്ടാവണം എന്നാണ് ഉദ്ദേശിച്ചത്, വേറെ മോശമായിട്ട് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ വരച്ച സ്ഥലത്ത് തിരിച്ച് വന്ന് മുട്ടിയില്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്, അവിടെ ഒരു നീല കളർ വന്നു എന്നല്ലാതെ ബാക്കിയുള്ള ഭാഗം മായഞ്ഞു പോയിട്ടില്ല. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം അങ്ങനെ ഉണ്ട്, നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ അവിടുന്ന് റിമൂവ് ആയിട്ട് പോയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ആ കൺഫ്യൂഷൻ ആവില്ല. ഇവിടെ പ്രത്യേകിച്ച് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഇവിടെ എവിടെയെങ്കിലും റിമൂവെന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു എളുപ്പമുണ്ടായിരുന്നു. ഇതൊന്നുമില്ല, അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ, ഡയറക്റ്റായിട്ട് നമ്മളെടുത്ത് എഡിറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ലൈവായിട്ടും വെബ്സൈറ്റ് ത്രൂവും ക്ലാസ് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇല്ല, ഡിസ്ക്രിപ്ഷനിൽ ഡെമോ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകളും ഫീസ് ഡീറ്റെയിൽസും എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. നേരെ നമ്മുടെ എഡിറ്റിൻ്റെ അകത്ത് എഫക്ട് കൺട്രോളിൻ്റെ അകത്ത് തന്നെ വരാം. അപ്പോൾ നമുക്ക് അൺഅസൈൻഡ് മാസ്ക് എന്നാണ് കാണാൻ പറ്റുന്നത് അല്ലേ. അതായത് മാസ്ക് അസൈൻ ആയിട്ടില്ല. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പെൻ ടൂൾ മാസ്ക് എന്നൊന്ന് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇവൻ്റെ ജസ്റ്റ് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യാം. ബുദ്ധിമുട്ടാണ്ട, ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് മൗസ് വീൽ താഴേക്ക് തിരിച്ചാൽ മതി കേട്ടോ. താഴേക്ക് വന്ന് നമുക്ക് ഒപ്പാസിറ്റി കാണാൻ പറ്റൂലേ. ഈ ഒപ്പാസിറ്റി അണ്ടറിലേക്ക് ഇതിനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, മാസ്കിങ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ എൻ്റെ തല കട്ടായി പോയല്ലേ. എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും ഈ പെൻ ടൂൾ തന്നെ എടുക്കുക, പെൻ ടൂൾ മാസ്കിങ്ങിൻ്റെ കേട്ടോ. എന്നിട്ട് അവനെ ജസ്റ്റ് ഇവിടുന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട പോലെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിവിടെ കൊണ്ടുവച്ച് വെറുതെ ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് പുതിയ മാസ്കാണ് വരിക. പകരം എന്ത് ചെയ്യാതെ ഈ ഒരു പ്ലസ് ബട്ടൺ വന്നാൽ കണ്ടോ, അതിൻ്റെ പെന്നിൻ്റെ കൂടെ പ്ലസ് ബട്ടൺ വന്ന ശേഷം മാത്രം ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ ഒരു പ്രശ്നം കൂടി ഉണ്ട്, ഈ ഒരു നീല കളർ പോക്കണമെങ്കിൽ അല്ലേ. നീല കളർ പോക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ മാസ്കിങ്ങിൻ്റെ പാത്ത് മാസ്കിംഗ് എന്നില്ലേ, ഇവിടുന്ന് സെലക്ഷൻ ഒഴിവായാൽ ആ കളർ പോയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും സീനിൻ്റെ അകത്ത് വരുന്ന പോലെ, അതായത് ഞാൻ തന്നെയാണ് രണ്ടും. അപ്പോൾ ഇതേപോലത്തെ സീനുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ബാക്കി മാസ്കിങ് എങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനൊക്കെ ഇതേപോലെ ചെയ്താൽ മതി. എവിടെയാണ് നമ്മുടെ ടൂൾ മെനുവിൻ്റെ അകത്ത് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹാൻഡിൻ്റെ തൊട്ട് മേലെയായിട്ട് എല്ലാ ടൂളുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ സെലക്ട് ചെയ്യുക, മാസ്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ഡാവിഞ്ചി റിസോൾവ്, പ്രീമിയർ, FCP, ആഫ്റ്റർ എഫക്റ്റ്, ഫ്യൂഷൻ, കളർ ഗ്രേഡിങ്, ഇങ്ങനെ വീഡിയോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം പഠിക്കാനാണെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിലെ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കാണാൻ പറ്റും. അതേപോലെ ഫീസ് ഡീറ്റെയിൽസും അതിൻ്റെ അത് കാണാൻ പറ്റും കേട്ടോ. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.